ക്ലാസ് 10 കെമിസ്ട്രിയാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ പി ബ്ലോക്ക് എലമെൻസിനെ പറ്റിയാണ് നോക്കുന്നത്. അപ്പോൾ എസ് ബ്ലോക്കിൽ വരുന്നതാണ് ഫസ്റ്റ് ഗ്രൂപ്പും സെക്കൻഡ് ഗ്രൂപ്പും. ഫസ്റ്റ് ഗ്രൂപ്പ് ആൾക്കാരും സെക്കൻഡ് ഗ്രൂപ്പ് എലമെൻസുമാണ് ആദ്യത്തെ ഗ്രൂപ്പിൽ വരുന്നവർ. അവരുടെ വാലൻസി 1ഉം 2ഉം ആയിരിക്കും. ഫസ്റ്റ് ഗ്രൂപ്പിൻ്റെ വാലൻസി 1 ആയിരിക്കും, സെക്കൻഡ് ഗ്രൂപ്പിൻ്റെ വാലൻസി 2 ആയിരിക്കും. എസ് ബ്ലോക്ക് എലമെൻസിൽ ഫസ്റ്റ് ഗ്രൂപ്പ് വരുന്ന എലമെൻസിനെല്ലാം വാലൻസി 1 ആയിരിക്കും. സെക്കൻഡ് ഗ്രൂപ്പ് വരുന്ന എല്ലാ എലമെൻസിനും എന്തായിരിക്കും വാലൻസി അല്ലെങ്കിൽ സംയോജകത 2 ആയിരിക്കും. അപ്പോൾ ഇതൊന്ന് നമുക്ക് കംപ്ലീറ്റ് ചെയ്ത് നോക്കാം. ഫസ്റ്റ് ഗ്രൂപ്പ് എലമെൻസ് ആണ്, അതിൻ്റെ വാലൻസി 1 ആണ്. അപ്പോൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എന്തായിരിക്കും? +1 ആയിരിക്കും. ഒരു ഇലക്ട്രോണിനായിരിക്കും വിട്ടുകൊടുക്കുന്നത്. അപ്പോൾ സിമ്പിൾ എങ്ങനെ വരും? X+ എന്ന് എഴുതാം നമുക്ക്, അല്ലേ? X+. ഒരു ഇലക്ട്രോണില്ല, അല്ലെങ്കിൽ 1+ എന്ന് എഴുതാം, X+ എന്ന് എഴുതാം, X+. ഇനി അതിൻ്റെ കെമിക്കൽ ഫോമിൽ ഓക്സൈഡുകളുടെ രാസസൂത്രം എഴുതാനാണ് പറഞ്ഞേക്കുന്നത്. ആദ്യം നമ്മൾ ഓക്സൈഡ് എന്ന് പറയുമ്പോൾ ഓക്സിജൻ ചേർന്നുള്ളതെന്ന് അറിയാമല്ലോ. ആ 2 എലമെൻസും എഴുതുക. അതിനുശേഷം അവരുടെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എഴുതുക. എക്സിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് +1 ആണ്. എക്സ് എന്ന് പറയുന്നത് ഫസ്റ്റ് ഗ്രൂപ്പിൽ വരുന്ന ഏതൊരു എലമെൻറ്റ്. അപ്പോൾ അതിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എപ്പോഴും എന്തായിരിക്കും? +1 ആയിരിക്കും. അവരെന്താ ഒരു ഇലക്ട്രോണിന് വിട്ടുകൊടുക്കാനാണ് എപ്പോഴും സാധ്യത, സ്റ്റേബിളാവാൻ, സ്ഥിരതയാവാൻ. ഓക്സിജൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് നമുക്കറിയാം -2 ആണ്. എന്നിട്ട് ഇനി കെമിക്കൽ ഫോർമുല കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ എന്ത് ചെയ്താൽ മതി? ഇവരുടെ ഇതുപോലെ എഴുതിയ ശേഷം ഇവരുടെ ഓക്സിഡേഷൻ നമ്പർ തമ്മിൽ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ എങ്ങനെ വരും? എക്സിന് 2 വരും, അത് താഴെയാണ് നമ്മൾ എഴുതുന്നത്. ഓയ്ക്ക് 1 വരും. അപ്പോൾ O എന്ന് എഴുതിയാൽ മതി. X2O എന്ന് രാസസൂത്രം വരും. ഇനി വൈയുടെ നമുക്ക് എഴുതി നോക്കാം. വൈ എന്ന് പറയുന്നത് സെക്കൻഡ് ഗ്രൂപ്പിൽ വരുന്ന ഒരു എലമെൻ്റ് ആണെന്ന് വെച്ചോ, ഒരു മൂലകമാണ്. അതിന് വാലൻസി 2 ആണ്, അതുകൊണ്ട് അതിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് +2 ആയിരിക്കും. അപ്പോൾ Y2+ എന്ന് എഴുതാം. ഇതുപോലെ നമുക്ക് എഴുതാമല്ലോ. വൈയും ഓക്സിജനും. വൈൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് +2 ആണ്, ഓക്സിജൻ്റെ -2 ആണ്. അപ്പോൾ നമ്മൾ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക, അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്യുക. അപ്പോൾ Y2O2. ഇനി നമ്മൾ താഴെ രാസസൂത്രം എഴുതിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ കെമിക്കൽ ഫോമിൽ എഴുതിക്കഴിഞ്ഞാൽ നമ്മൾ ചാർജ് ഇടത്തില്ല, ജസ്റ്റ് നമ്പർ മാത്രമേ എഴുതത്തുള്ളൂ. Y2O2 ഈ രണ്ടും എന്താണ്? ഒരേ നമ്പർ ആയതുകൊണ്ട് നമുക്ക് അവരെ സിംപ്ലിഫൈ ചെയ്യാമല്ലോ. /2 വെച്ച് ചെയ്യുക. അപ്പോൾ കെമിക്കൽ ഫോമിൽ എങ്ങനെ വരും? YO എന്ന് വരും. രാസസൂത്രം എങ്ങനെ വരും? YO എന്ന് വരും. കാരണം /2 വെച്ച് നമ്മൾ ചെയ്യുമ്പോഴത്തേക്ക് 2/2 1 ആവും. ഇവിടെയും 2/2 1 ആവും സിംപ്ലിഫൈ ചെയ്യുമ്പോഴത്തേക്ക്. അപ്പോൾ ഓക്സൈഡുകളുടെ രാസസൂത്രം എങ്ങനെ വരും? അതിൻ്റെ കേസിൽ YO എന്ന് വരും. ഇവിടെ X2O എന്നും വരും. അപ്പോൾ എസ് ബ്ലോക്ക് എലമെൻറ്റ്സ് എന്താണ്? നിശ്ചിത വാലൻസിയും ഓക്സീകരണ അവസ്ഥയും കാണിക്കുന്നവയാണ് ആരെന്ന് പറയുന്നത്? എസ് ബ്ലോക്ക് എലമെൻറ്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ എസ് ബ്ലോക്ക് എലമെൻറ്റ്സ് അല്ലെങ്കിൽ എസ് ബ്ലോക്ക് മൂലകങ്ങൾ എക്സ്ട്രീം ലെഫ്റ്റ് സൈഡ് ഓഫ് പീരിയോഡിക് ടേബിളിൻ്റെ ഏറ്റവും ഇടത്ത് ഭാഗത്തായിട്ട് കിടക്കുന്നവയാണ് ആരെന്ന് പറയുന്നത്? ലെഫ്റ്റ് സൈഡിൽ. ഓർത്തോളൂ, എപ്പോഴും ലെഫ്റ്റ് സൈഡിൽ കാണുന്ന ആൾക്കാരെയാണ് എസ് ബ്ലോക്ക് എലമെൻറ്റ്സ് എന്ന് വിളിക്കുന്നത്. അതിൽ ഗ്രൂപ്പ് 1ഉം ഗ്രൂപ്പ് 2ഉമാണ് ഉൾപ്പെടുന്നത്. എന്തൊക്കെയാണ് ക്യാരക്ടറിസ്റ്റിക്? മോർ മെറ്റാലിക് ക്യാരക്ടർ, ലെസ് അയണൈസേഷൻ എനർജി, ലെസ് ഇലക്ട്രോണെഗറ്റിവിറ്റി. എസ് ബ്ലോക്ക് എലമെൻറ്റ്സ്, എസ് ബ്ലോക്ക് മൂലകങ്ങൾക്ക് മോർ മെറ്റാലിക് ക്യാരക്ടർ, ലോഹ സ്വഭാവം കൂടുതലാണ്, അയണൈസേഷൻ എനർജി കുറവാണ്, ഇലക്ട്രോണെഗറ്റിവിറ്റിയും കുറവാണ്. അപ്പോൾ ഏതെങ്കിലും ഒരു 2-3 ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ, സബ്ഷൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷനോ തന്നിട്ട് നമ്മളോട് ചോദിക്കുകയാണ് ഏതിനാണ് അല്ലെങ്കിൽ മെറ്റാലിക് ക്യാരക്ടർ കൂടുതൽ എന്ന് ചോദിച്ചാൽ എസ് ബ്ലോക്കിലുള്ള എലമെൻ്റ് ഉണ്ടെങ്കിൽ അതിനായിരിക്കും കൂടുതൽ ലോഹ സ്വഭാവം കാണിക്കുന്നത്, അല്ലെങ്കിൽ മോർ മെറ്റാലിക് ക്യാരക്ടർ കാണിക്കുന്നത് എസ് ബ്ലോക്ക് മൂലകങ്ങളാണ്. അയണൈസേഷൻ എനർജിയും ഇലക്ട്രോണെഗറ്റിവിറ്റി കുറവും കാണിക്കുന്നത്, അയോണീകരണ ഊർജ്ജവും ഇലക്ട്രോണെഗറ്റിവിറ്റിയും കുറവ് കാണിക്കുന്നതും എസ് ബ്ലോക്ക് എലമെൻറ്റ്സ് ആണ്. അപ്പോൾ ഈ ഒരു സവിശേഷതകൾ നമ്മൾ പഠിച്ചിരിക്കണം. അടുത്തത് പി ബ്ലോക്ക് എലമെൻറ്റ്സ് ആണ്. 13 മുതൽ 18 വരെയുള്ള ഗ്രൂപ്പിലുള്ളവരെയാണ് പി ബ്ലോക്ക് എലമെൻറ്റ്സ് എന്ന് പറയുന്നത്. അവർ എക്സ്ട്രീം റൈറ്റ് കിടക്കുന്നവരാണ്. പീരിയോഡിക് ടേബിളിൽ എക്സ്ട്രീം റൈറ്റ് ഏറ്റവും വലത്തുഭാഗത്തായിട്ട് കിടക്കുന്നവയാണ് നമ്മൾ പി ബ്ലോക്ക് എലമെൻറ്റ്സ് എന്ന് പറയുന്നത്. പി ബ്ലോക്ക് മൂലകങ്ങളുടെ ഔട്ടർമോസ്റ്റ് സബ്ഷൽ കോൺഫിഗറേഷൻ
ബാഹ്യതമ ഷെല്ലിലെ സബ്ഷെൽ ഘടന എഴുതുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും ഔട്ടർ മോസ്റ്റ് ഇലക്ട്രോൺ പി സബ്ഷെല്ലിലായിരിക്കും വന്ന് കയറിയിരിക്കുന്നത്. അങ്ങനെയാണ് നമ്മൾ ഇവർ പി ബ്ലോക്ക് എലമെൻറ്റ്സ് ആണെന്ന് മനസ്സിലാക്കുന്നത്. അപ്പോൾ അവരിൽ എത്ര ഇലക്ട്രോൺസ് ആണ് പിയിലിരിക്കുന്നത് അതിൻ്റെ കൂടെ 12 കൂട്ടിയാണ് നമ്മൾ ഗ്രൂപ്പ് നമ്പർ കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ഇവിടെ 1 ഇതിൻ്റെ കൂടെ 12 കൂട്ടുമ്പോൾ 1 + 12 13 ഗ്രൂപ്പിലാണെന്ന് കണ്ടുപിടിക്കാം. അവസാനം 2p2 എന്നാണ്. 2ൻ്റെ കൂടെ 12 കൂട്ടിയാൽ 14ാമത്തെ ഗ്രൂപ്പിലാണ് ഇവരെന്ന് നമുക്ക് കണ്ടുപിടിക്കാം. അതുപോലെ തന്നെ സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ തന്നാൽ ഏത് ഗ്രൂപ്പിലാണ് പി ബ്ലോക്ക് എലമെൻറ്റ്സിൽ വരുന്ന ആൾക്കാരിരിക്കുന്നതെന്ന് കണ്ടുപിടിക്കാൻ പിയിലുള്ള ഇലക്ട്രോൺസിൻ്റെ എണ്ണത്തിൻ്റെ കൂടെ 12 കൂടെ കൂട്ടിയാൽ ഏത് ഗ്രൂപ്പിലാണെന്ന് കണ്ടുപിടിക്കാം. ഇവിടെ നൈട്രജൻ നോക്കുക. നൈട്രജൻ 2s2 2p3 അവസാനത്തെ സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ സബ്ഷെൽ ഘടനയാണ് തന്നിരിക്കുന്നത്. അപ്പോൾ 2p3 3 ആണല്ലേ. പി ഇലക്ട്രോണിൻ്റെ എണ്ണം എന്ന് പറയുന്നത് 3 ആണ്. ഇവിടെ 3 + 12 15. അപ്പോൾ നൈട്രജൻ ഏത് ഗ്രൂപ്പിൽ വരുന്നു? 15ാമത്തെ ഗ്രൂപ്പിൽ വരുന്നു. ഇനി നിയോണിൻ്റെ അവസാനത്തെ ഇലക്ട്രോൺ 6 ആണ്. അപ്പോൾ 6 + 12 18 എന്ന് വരുന്നു. മനസ്സിലായോ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നതെന്ന്? ഇപ്പോൾ മനസ്സിലായോ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നതെന്ന്? നമ്മുടെ പി സബ്ഷെല്ലുള്ള ഇലക്ട്രോൺസ് നോക്കുക. അതിൻ്റെ കൂടെ 12 കൂട്ടുമ്പോൾ ഏത് ഗ്രൂപ്പിലാണ് പി ബ്ലോക്കിലെ ഏത് ഗ്രൂപ്പിലാണെന്നുള്ളത് കണ്ടുപിടിക്കാൻ നമുക്ക് സാധിക്കും. അപ്പോൾ പീരിയോഡിക് ടേബിളിൻ്റെ എക്സ്ട്രീം റൈറ്റിൽ വലതുഭാഗത്തായിട്ട് കിടക്കുന്ന 14 തൊട്ട് 18 വരെയുള്ള ഗ്രൂപ്പുകാരെയാണ് പി ബ്ലോക്ക് എലമെൻറ്റ്സ് എന്ന് വിളിക്കുന്നത്. ഇനി അതിനകത്ത് മെറ്റൽസ് ഉണ്ട്, നോൺ മെറ്റൽസ് ഉണ്ട്, മെറ്റലോയിഡ്സ് ഉണ്ട്, നോബിൾ ഗ്യാസസ് ഉണ്ട്. അപ്പോൾ പി ബ്ലോക്ക് എലമെൻറ്റ്സ് എന്ന് പറയുന്നതിനകത്ത് മെറ്റലുകാരുണ്ട്, മെറ്റൽസ് ഉണ്ട്, നോൺ മെറ്റൽസ് ഉണ്ട്, മെറ്റലോയിഡ്സ് ഉണ്ട്, നോബിൾ ഗ്യാസസ് ഉണ്ട്. എസ് ബ്ലോക്ക് എലമെൻ്റ് എന്ന് പറയുമ്പോൾ അതിനകത്ത് ഫുൾ മെറ്റാലിക് ആറ്റം മെറ്റൽ സ്വഭാവം ലോഹ സ്വഭാവം കാണിക്കുന്നവർ മാത്രമേ ഉള്ളൂ. പക്ഷേ പി ബ്ലോക്ക് മൂലകങ്ങളിൽ ലോഹങ്ങളുണ്ട്, അലോഹങ്ങളുണ്ട്, ഉപലോഹങ്ങളുണ്ട്, ഉത്കൃഷ്ട മൂലകങ്ങളുണ്ട്. ലോഹങ്ങളുണ്ട്, അലോഹങ്ങളുണ്ട്, ഉപലോഹങ്ങളുണ്ട്, ഉത്കൃഷ്ട മൂലകങ്ങളും ഉണ്ട്. അതുപോലെ തന്നെ ഈ ബ്ലോക്കിൽ ഉൾപ്പെടുന്ന എലമെൻറ്റ്സ് സോളിഡ്, ലിക്വിഡ്, ഗേഷ്യസ് സ്റ്റേറ്റ്സിൽ റൂം ടെമ്പറേച്ചറിൽ നിലനിൽക്കുന്നവരും കൂടിയാണ്. സാധാരണ താപനിലയിൽ ഖരം, ദ്രാവകം, വാതകം എന്നീ അവസ്ഥകളിലുള്ള മൂലകങ്ങളും ഇതിൽ ഉൾപ്പെടും. അപ്പോൾ പി ബ്ലോക്കിൽ ഖരം, ദ്രാവകം, വാതകം എന്നീ അവസ്ഥകളിലും ഉൾപ്പെടുന്ന മൂലകങ്ങളും ഉണ്ട്. ഏതിൽ? പി ബ്ലോക്ക് എലമെൻറ്റ്സിൽ സോളിഡ്, ലിക്വിഡ്, ഗേഷ്യസ് സ്റ്റേറ്റ്സിൽ. അതുപോലെ തന്നെ ഓർത്തിരിക്കേണ്ട ഒരു കാര്യമാണ് പി ബ്ലോക്ക് എലമെൻറ്റ്സ് ആണ് ഹയർ അയണൈസേഷൻ എനർജി. എസ് ബ്ലോക്ക് എലമെൻറ്റ്സിനേക്കാളും അയണൈസേഷൻ എനർജി കൂടുതൽ കാണിക്കും. ഉയർന്ന അയോണീകരണ ഊർജം കാണിക്കുന്നത് എസ് ബ്ലോക്ക് എലമെൻറ്റ്സിനേക്കാളും പി ബ്ലോക്ക് എലമെൻറ്റ്സ് ആണ് കാണിക്കുന്നത്. പി ബ്ലോക്ക് എലമെൻറ്റ്സ് അല്ലെങ്കിൽ പി ബ്ലോക്ക് മൂലകങ്ങൾക്കാണ് ഉയർന്ന അയോണീകരണ ഊർജം. അപ്പോൾ നമ്മുടെ ചോദ്യത്തിൽ പി ബ്ലോക്ക് എലമെൻറ്റ്സ് ഉണ്ടെങ്കിൽ അവയ്ക്കായിരിക്കും, അല്ലെങ്കിൽ അവരുടെ സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ മനസ്സിലാക്കിയാൽ അവയ്ക്കായിരിക്കും, നമ്മളോട് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അവയ്ക്കായിരിക്കും ഹയർ അയണൈസേഷൻ എനർജി, അയോണീകരണ ഊർജം കൂടുതലുള്ളത് പി ബ്ലോക്ക് മൂലകങ്ങൾക്കായിരിക്കും. പി ബ്ലോക്ക് മൂലകങ്ങൾക്കായിരിക്കും അയോണീകരണ ഊർജം കൂടുതലായി കാണപ്പെടുന്നത്. അതുപോലെ തന്നെ ഹയസ്റ്റ് ഇലക്ട്രോനെഗറ്റിവിറ്റി പി ബ്ലോക്കിനാണുള്ളത്. ഇപ്പോൾ പി ബ്ലോക്ക് മൂലകങ്ങൾക്കാണ് ഇലക്ട്രോനെഗറ്റിവിറ്റി കൂടുതലും. അത് ഫ്ലൂറിനാണ് ഹയസ്റ്റ് ഇലക്ട്രോനെഗറ്റിവിറ്റി കാണിക്കുന്നത്. ഹയസ്റ്റ് ഇലക്ട്രോനെഗറ്റിവിറ്റി കാണിക്കുന്ന ആരാണ്? ഫ്ലൂറിനാണ്. ഇനി താഴെ തന്നിരിക്കുന്ന ടേബിൾ നമുക്കൊന്ന് കംപ്ലീറ്റ് ചെയ്ത് നോക്കാം. ഔട്ടർ മോസ്റ്റ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എക്സും വൈയും നോട്ട് റിയൽ ആയിട്ടുള്ള എലമെൻ്റ് അല്ല, അത് ജസ്റ്റ് നമുക്ക് എക്സാമ്പിളായിട്ട് തന്നിരിക്കുന്ന 2 എലമെൻ്റ് ആണെന്ന് വെച്ചോ, എക്സും വൈയും. അവരുടെ ബാഹ്യതമ ഇലക്ട്രോണിക് വിന്യാസം തന്നിട്ടുണ്ട്. ഔട്ടർ മോസ്റ്റ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 3s2xൻ്റെയും വൈയുടെ 3s2 3p5. അപ്പോൾ 1sലും 2sലും 2pയിലും അവർക്ക് ഉൾക്കൊള്ളാവുന്ന എല്ലാ ഇലക്ട്രോൺസും ഫില്ല് ചെയ്തിട്ടാണ് 3യിലെത്തിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് അത് എഴുതാം 1s2 2s2 2p6 3s2. അത്രയാണ് എക്സിൻ്റെ കംപ്ലീറ്റ് ആയിട്ടുള്ള സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ വരുന്നത്. അപ്പോൾ അറ്റോമിക് നമ്പർ ഇസഡ് ആണ്. അപ്പോൾ അറ്റോമിക് നമ്പർ എത്രയാണ്? ഇതെല്ലാം കൂടെ കൂട്ടുക. 6ഉം 4ഉം 10 12 എന്നാണ് എക്സിൻ്റെ അറ്റോമിക് നമ്പർ. ഏത് പീരീഡിൽ വരുന്നു അതിന് നോക്കേണ്ടത് എത്ര ഷെല്ലുണ്ടെന്ന് നോക്കാം. 1ലുള്ള ഷെല്ലുണ്ട്, 2വിലുള്ള ഷെല്ലുണ്ട്, 3യിലുള്ള ഷെല്ലുണ്ട്. അപ്പോൾ 3 ഷെല്ലുണ്ട് അല്ലേ? അപ്പോൾ പീരീഡ് നമ്പർ എത്രയാണ്? 3 ആണ്. ഷെല്ലുകളുടെ എണ്ണം നോക്കിയാണ് പീരീഡ് നമ്മൾ കണക്കാക്കുന്നത്. അപ്പോൾ എന്താണ്?
പീരീഡ് നമ്പർ 3 ആണ്. ഇനി ഗ്രൂപ്പ് ഔട്ടർ മോസ്റ്റ് ഇലക്ട്രോണ് കയറിയിരിക്കുന്ന എസ് സബ്ഷെല്ലിലാണ്. അപ്പോൾ ഏത് ഗ്രൂപ്പിലാണ്? സെക്കൻഡ് ഗ്രൂപ്പിലാണ് വരുന്നത്. ഇനി ഏത് ബ്ലോക്കിലാണ് കാണപ്പെടുന്നത് എന്നാണ്. ഏതാണ്? എസ് ബ്ലോക്ക്. ഔട്ടർ മോസ്റ്റ് ഇലക്ട്രോണിന് ഏത് സബ്ഷെല്ലാണ്? എസ് സബ്ഷെല്ലാണ്. അപ്പോൾ എസ് ബ്ലോക്ക് എലമെൻ്റ് ആണത്. ഇനി അടുത്തത് ഇത് എഴുതി നോക്കാം. 1s2 2s2 2p6 3s2 3p5. അറ്റോമിക് നമ്പർ 17 ആണ്. കൂട്ടി നോക്കി നമുക്കറിയാം. 6 4 10 5 15 + 2 17 ആണ് അറ്റോമിക് നമ്പർ. പീരീഡ് നോക്ക്, ഇവിടെ എത്ര സബ്ഷെല്ലുണ്ട്? 3 എണ്ണേ ഉള്ളൂ. 1-ലുണ്ട്, 2-ലുണ്ട്, 3-ലുണ്ട്. 3 സബ്ഷെല്ല്. പീരീഡ് 3 ആണ്. സബ്ഷെല്ലിൻ്റെ എണ്ണം നോക്കിയാണ് നമ്മൾ എത്രാമത്തെ പീരീഡിലാണ് നോക്കുന്നത്. അപ്പോൾ ഇവിടെ നോക്ക്, 1-ലുണ്ട് ഇലക്ട്രോൺസ്, രണ്ടാമത്തെ സബ്ഷെല്ലിലുണ്ട് ഇലക്ട്രോൺസ്. ഇത് രണ്ടും കൂടെ ഒരുമിച്ചാണ് നമ്മൾ നോക്കുന്നത്. അല്ലാതെ എസ്സിലും പിയിലും ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് അതിനെ എണ്ണം 3 ആക്കി എടുക്കരുത്. അതെന്താണ്? ഒരുമിച്ച് വേണം എടുക്കാൻ. 2-ലുണ്ട്, മൂന്നാമത്തെ സബ്ഷെല്ലിലുണ്ട്. അപ്പോൾ പീരീഡ് എന്താണ്? 3. ഗ്രൂപ്പ് ഏതാണ്? പി സബ്ഷെല്ലാണ് അവസാനത്തെ ഇലക്ട്രോൺ കയറിയിരിക്കുന്നത്. അവിടെയുള്ള ഇലക്ട്രോൺസ് 5 ആണ്. ഇപ്പോൾ പി ബ്ലോക്കിലാണെങ്കിൽ നമ്മൾ എങ്ങനെയായിരുന്നു കണ്ടുപിടിക്കുന്നത്? 5ൻ്റെ കൂടെ 12 കൂട്ടണം. അപ്പോൾ ഇവർ ഏത് ഗ്രൂപ്പിൽ വരുന്നു? 17ാമത്തെ ഗ്രൂപ്പിൽ വരുന്നവരാണ് വൈ എന്ന് പറയുന്നത്. ഇനി ഏത് ബ്ലോക്കിലാണെന്നാണ് ചോദിച്ചേക്കുന്നത്. അവസാനത്തെ ഇലക്ട്രോൺ പി സബ്ഷെല്ലിലാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇത് ഏത് ബ്ലോക്കിലാണ്? പി ബ്ലോക്കിലാണ് കാണപ്പെടുന്നത്. ഇത് എഴുതിയത് മനസ്സിലായോ? എങ്ങനെയാണ് കംപ്ലീറ്റ് ആയിട്ടുള്ള സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതുന്നത്, പൂർണ്ണമായുള്ള സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതുന്നത്, അതിൽ നിന്ന് അറ്റോമിക് നമ്പർ, പീരീഡ്, ഗ്രൂപ്പ്, ബ്ലോക്ക് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണെന്ന് മനസ്സിലായോ? അപ്പോൾ അറ്റോമിക് നമ്പർ അവരുടെ എല്ലാ ഇലക്ട്രോൺസിൻ്റെ എണ്ണം കൂടെ കൂട്ടിയാൽ നമുക്ക് അറ്റോമിക് നമ്പർ കിട്ടും. ഇനി പീരീഡ് ആണെങ്കിൽ എത്ര ഷെല്ലുണ്ടെന്ന് നോക്കുക. 1 2 3 ഷെല്ലുണ്ട്. അപ്പോൾ പീരീഡ് 3 ആണ്. ഷെല്ലുകളുടെ എണ്ണം അനുസരിച്ചാണ് പീരീഡ് നമ്പർ ഇടുന്നത്. ഗ്രൂപ്പ് നോക്കുന്നത് എസ് ബ്ലോക്ക് എലമെൻസിലാണ്. അതിൻ്റെ വാലൻസി തന്നെയാണ് അതിൻ്റെ ഗ്രൂപ്പ് നമ്പർ എന്ന് പറയുന്നത്. എസ് ബ്ലോക്ക് എലമെൻസിൽ അതിൻ്റെ വാലൻസി തന്നെയാണ് അതിൻ്റെ ഗ്രൂപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ അവസാനത്തെ ഇലക്ട്രോൺ എസ് സബ്ഷെല്ലിലാണ് ഇരിക്കുന്നത്. അത് എത്ര ആണ്? 2 ആണ്. അപ്പോൾ ഗ്രൂപ്പോ 2 ആണ്. ഇനി ഇവിടെ 3s1 ആയിരുന്നെങ്കിൽ അത് ഏത് ഗ്രൂപ്പിൽ വന്നേനെ? ഫസ്റ്റ് ഗ്രൂപ്പിൽ വന്നേനെ. മനസ്സിലായോ? അപ്പോൾ എസ് ബ്ലോക്ക് എലമെൻസിൽ വാലൻസി തന്നെയാണ് ഗ്രൂപ്പ് നമ്പർ എന്ന് പറയുന്നത്. 2 1 ആണ്. ആ 2 1 തന്നെയാണ് അതിൻ്റെ ഗ്രൂപ്പ് നമ്പറായിട്ട് വരുന്നത്. ഇനി നോക്കുക ബ്ലോക്ക് ഏതാണെന്ന്. അപ്പോൾ ബ്ലോക്ക് ഏതാണ്? എസ് സബ്ഷെല്ലിലാണ് ഇലക്ട്രോൺസ് അവസാനത്തെ ഇലക്ട്രോൺ കയറിയിരിക്കുന്നത്. അതുകൊണ്ട് എസ് ബ്ലോക്ക് എലമെൻറ്റ്സ്. ഇവിടെ നോക്കൂ, പിയിലാണ് അവസാനത്തെ ഇലക്ട്രോൺസ് കയറിയിരിക്കുന്നത്. അതുകൊണ്ട് പി ബ്ലോക്ക് എലമെൻറ്റ്സ്. ഇനി ഇവിടുത്തെ ഗ്രൂപ്പ് കണ്ടുപിടിക്കുന്നത് പി ബ്ലോക്കിലുള്ള ഇലക്ട്രോൺസിൻ്റെ കൂടെ 12 കൂടെ കൂട്ടിയാണ് പി ബ്ലോക്കിലുള്ള ഗ്രൂപ്പ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. ഷെല്ലിൻ്റെ എണ്ണം സെയിം തന്നെയാണ്. എത്ര ഷെല്ലുണ്ടെന്ന് നോക്കുക. 1 2 3. അപ്പോൾ പീരീഡ് നമ്പർ 3. അങ്ങനെയാണ് നമ്മളിവിടെ കണ്ടുപിടിക്കുന്നത്. ഈച്ച് എലമെൻറ്റ് ഹാസ് വാലൻസി 1. ഇത് സംയോജകത 1 ആയ മൂലകം ഏതാണ്? നോക്കൂ, ഏതാണ്? 2 8 7 എന്നാണ് ഇതിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. ഇതിൻ്റെ 2 8 2 ആണ്. സംയോജകത 1 വരുന്ന ആരുടെ കേസിലാണ്? വൈയുടെ കേസിലാണ്. വിച്ച് എലമെന്റ് ഷോസ് മെറ്റാലിക് ക്യാരക്ടേഴ്സ്? ലോ സ്വഭാവം പ്രകടിപ്പിക്കുന്ന മൂലകം ഏതാണ്? എസ് ബ്ലോക്ക് എലമെന്റ്സിലാണ് ലോ സ്വഭാവം കൂടുതലും നമ്മൾ പഠിച്ചു. അപ്പോൾ ഏത് എലമെന്റ് ആണ് മെറ്റാലിക് ക്യാരക്ടർ കാണിക്കുന്നത്? എക്സ്. എസ് ബ്ലോക്ക് എലമെന്റ് ആരായിരുന്നു? എക്സ് ആയിരുന്നു. വിച്ച് എലമെന്റ് ഹാസ് ദ ഹയസ്റ്റ് അയനൈസേഷൻ എനർജി? അയോണീകരണ ഊർജ്ജം കൂടിയ മൂലകം ഏതാണ്? ആർക്കാണ് ഹയസ്റ്റ് അയനൈസേഷൻ എനർജി ഉള്ളത്? പി ബ്ലോക്ക് എലമെന്റ്സ്. അത് ഇതിൽ ആരാണ്? വൈ. റൈറ്റ് ദി കെമിക്കൽ ഫോർമുല ഓഫ് ദി കോമ്പൗണ്ട് ഫോംഡ് ബൈ ദി കോമ്പിനേഷൻ ഓഫ് എക്സ് ആൻഡ് വൈ. എക്സ് ആൻഡ് വൈ ചേർന്നുള്ള രാസസൂത്രം എഴുതാനാണ്. അപ്പോൾ ആദ്യം നമ്മൾ ഇവരുടെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് കണ്ടുപിടിക്കണം. എക്സിൻ്റെ ആണെങ്കിൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതിയാൽ നമുക്ക് മനസ്സിലാവും എന്താണ്. 2 ഇലക്ട്രോൺസിന് വിട്ടു കൊടുക്കുന്നതാണ് അതിന് നല്ലത്. അപ്പോൾ എന്താണ് അതിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ്? +2. വൈയുടെ കേസിൽ 287 എന്നാണ് ഇലക്ട്രോണിക് കോൺഫിഗറേഷന്. അപ്പോൾ ഒരു ഇലക്ട്രോണിന് വാങ്ങുന്നതാണ് അതിന് സ്ഥിരത നേടാൻ, സ്റ്റേബിൾ ആവാൻ എളുപ്പം. അപ്പോൾ അതിൻ്റെ എന്താണ്? -1 ആണ്. അപ്പോൾ ഇനി എന്ത് ചെയ്യണം? ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യണം.
ഇപ്പോൾ 2 വൈക്ക് പോകും, എക്സിന് 1, അപ്പോൾ XY2 എന്ന് വരും. XY2 എന്ന് വരും അതിൻ്റെ കെമിക്കൽ ഫോർമുല, രാസസൂത്രം എന്ന് വരുന്നത്. മനസ്സിലായോ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന്? ആദ്യം നമ്മൾ ഇവരുടെ ഇലക്ട്രോണിക് കോൺഫിഗറേഷനും കൂടെ എഴുതി വെക്കുക. അതിന് ശേഷം നമുക്ക് താഴെ തന്നിരിക്കുന്ന ചോദ്യങ്ങൾ ഓരോന്നായി ചെയ്യുക. അപ്പോൾ വാലൻസിയൊക്കെ നമുക്ക് പെട്ടെന്ന് അതിൽ നിന്ന് കണ്ടുപിടിക്കാൻ സാധിക്കും. ഇനി ബ്ലോക്ക് ഏതാണെന്ന് കണ്ടുപിടിച്ചാലും മെറ്റാലിക് ക്യാരക്ടർ കൂടുതൽ കാണിക്കുന്നത് എസ് ബ്ലോക്ക് എലമെൻറ്റ്സ് ആണ്. ഹയസ്റ്റ് അയനൈസേഷൻ എനർജിയും ഹയസ്റ്റ് ഇലക്ട്രോനെഗറ്റിവിറ്റിയും കാണിക്കുന്നത് പി ബ്ലോക്ക് എലമെൻറ്റ്സ് ആണ്. ഇനി കെമിക്കൽ ഫോമിൽ കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ അവരുടെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് കണ്ടുപിടിച്ച ശേഷം എത്ര ഇലക്ട്രോൺസിനെയാണ് വിട്ടുകൊടുക്കുന്നത് സ്റ്റേബിൾ ആവാൻ, എത്ര ഇലക്ട്രോൺസിനെയാണ് വാങ്ങുന്നത് സ്ഥിരത നേടാൻ, അത് അതിൻ്റെ മണ്ടയിൽ എഴുതി ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് കെമിക്കൽ ഫോർമുല കണ്ടുപിടിക്കാനും സാധിക്കും. അപ്പോൾ ഇത്രയാണ് നമ്മൾ ഈ ക്ലാസ്സിൽ നോക്കുന്നത്. താങ്ക്